നമ്മൾ ഇന്ന് 6th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ 4th യൂണിറ്റ് ആയിട്ടുള്ള വോളിയം, അതായത് വ്യാപ്തം എന്ന യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിൽ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യട്ടെ. ഇവിടെ 2 ലൈൻസ് ഉണ്ട്. ഈ ലൈനും കണ്ടോ, ഇവിടെ ഒരു ലൈനും. ഓക്കെ, ഇതിൽ വലിയ ലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ കഴിയും. ഇത് ചെറിയ ലൈനാണ്, അതേപോലെ ഇത് വലിയ ലൈനാണെന്ന്. എന്നാൽ ഞാൻ ചെയ്യട്ടെ, ഇവിടെ 2 പെട്ടി ഒരു ചതുരങ്ങളുണ്ട്, ഐ മീൻ റെക്റ്റാങ്കിൾസ്. ഇതിൽ ഏത് റെക്റ്റാങ്കിളാണ് വലുത്, ഏത് റെക്റ്റാങ്കിളാണ് ചെറുതെന്ന് ചോദിച്ചാലോ അത് നമുക്ക് പറയാനൊക്കെ പറ്റും. പക്ഷേ എങ്കിൽ അതെങ്ങനെ നമ്മൾ കാണുക, ഇതിലേതാ വലുത് ഏതാ ചെറുതെന്ന് അങ്ങനെ കാണുക? നമ്മളിതിൻ്റെ ഏരിയ കാണും, അതായത് പരപ്പളവ് കാണും അല്ലേ. ഇതിൻ്റെ ഏരിയ ആണ് വലുത് എങ്കിൽ നമ്മൾ പറയും ഇത് എ എന്ന ഈ റെക്റ്റാങ്കിൾ. ഓക്കെ, ഈ എ എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് വലുത് എങ്കിൽ എ ആണ് വലിയത് എന്ന് പറയും. ബിയുടെ പരപ്പളവാണ് കൂടുതലെങ്കിൽ നമ്മൾ പറയും ബി ആണ് വലിയ റെക്റ്റാങ്കിൾ എന്ന് പറയും. ഇനി ഇതൊന്നും അല്ലാതെ ഇതുപോലെയുള്ള ബോക്സുകളാണ് നമുക്ക് തരുന്നതെങ്കിലോ, അതായത് നേരത്തെയൊക്കെ നമുക്ക് തന്നതിന് ഇങ്ങനെ മേലെ ഭാഗം മാത്രമേ ഉള്ളൂ, അതായത് നീളവും വീതിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്, കൂടെ ഹൈറ്റും ഉയരം കൂടെയുണ്ട്. ഇത്തരം കട്ടകൾ നമുക്ക് തന്നിട്ടും ഇതിലേതാ വലുത് ചോദിച്ചാൽ കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പം ഇതിൽ ഇതാണ് വലുത് എന്ന്. ഇതിൽ രണ്ടിലും ചോദിച്ചാൽ നമ്മൾ പറയും ഇതായിരിക്കും വലുത് എന്ന്. എന്നാൽ എപ്പോഴും നമുക്ക് ഇതാണ് ഇതാണ് എന്നൊക്കെ പറയാൻ സാധിക്കുമോ? അതായത് ഇങ്ങനെ ഒരു കട്ടകൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എത്ര കട്ടകളുണ്ട്? ഇതിൽ ഏത് കട്ടയാണ്? ഇതില്ല, ഈ ഒരു വലിയ കട്ട കണ്ടോ, ഈ കട്ടയാണോ, ഈ കട്ടയാണോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഇതാണോ, ഏതാ ഇതിൽ വലുതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം, ഇതിൽ ഏതിലാണ് കൂടുതൽ കട്ടകളുള്ളത് നോക്കും അല്ലേ. നമുക്ക് ഇതിൽ ഏതിലാണ് കൂടുതൽ കട്ടകളുള്ളത് എന്ന് നോക്കിയാലോ. ഇതിൽ എത്ര ഉണ്ട്? 1, ഓക്കെ, 1, 2, 3, 4, ഇവിടെ കണ്ടോ 1, 5, 6, ഇവിടെ ഒന്നുണ്ട് അല്ലേ. നമ്മൾ ഇതാ ഈ കട്ടയും കൂട്ടി ഈ കട്ടയും കൂട്ടി 7. ഇനി ഇതിൻ്റെ അടിയിലൊന്നുണ്ടാവില്ലേ നമ്മൾ കാണാത്ത ഒന്ന്, അതിന് ഞാൻ 8 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിലാകെ 8 കട്ടകളുണ്ട്. ഇനി ഇതിലോ 1, 2, 3, 4, 5, 6, ആകെ 6 കട്ടകളുണ്ട്. ഇതിലോ 1, 2, 3, 4, 5, 5 എണ്ണാണുള്ളത്. ഇപ്പം ഇതിൽ ഏതിലാണ് കൂടുതലുള്ളത്? അത് ഇതിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു വലിയ കട്ട ഇതാണ് ഇതിലെ വലിയ കട്ട എന്ന്. ഓക്കെ അല്ലേ. ഇങ്ങനെ നമുക്ക് ഇതിൽ രണ്ടിലും ഏതിലാണ് കട്ടകൾ കൂടുതലുള്ളത് നോക്കിയിട്ട് ഏതാണ് വലുതെന്ന് പറയാൻ കഴിയും. എന്നാൽ ഇത് നോക്ക്, ഇതിൽ ഏതിലാണ് കൂടുതൽ കട്ട എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കട്ടകളുടെ എണ്ണം ഇങ്ങനെ എണ്ണിയിട്ട് പറയും. പക്ഷേ ഇതിൽ കട്ടകളുടെ എണ്ണം എണ്ണുന്നത് അത്ര സുഖം ആയിട്ടുള്ളൊരു കാര്യമാണോ? എളുപ്പമാണോ? നോക്കാം, എളുപ്പമാണോ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. ഇപ്പം നമ്മൾ ഈ ഒരു 8 എണ്ണം എണ്ണി. ഇനി ഇവിടെ ഉള്ളത് 9, 10, 11, 12, 13. ഇനി ഇതിൻ്റെ അടിയിലൊന്നുണ്ട് 14, ഇതിൻ്റെ അടിയിലൊന്ന് 15, ഇതിൻ്റെ അടിയിലൊന്ന് 16. അങ്ങനെ പറയുമ്പോൾ ഇതിൽ 16 എണ്ണം ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലുണ്ട് പറയുമ്പോൾ അത് കാണുന്നില്ല എണ്ണാനൊന്നും. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് ഭയങ്കര പ്രയാസമാവുകയാണ്. അതിപ്പോൾ ഇതിലേക്കൊക്കെ നോക്കി എണ്ണാൻ എങ്ങനെ എണ്ണാം? 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ എണ്ണി ഉണ്ടാക്കാൻ തന്നെ എന്ത് പണിയാ? 9, 10, 11, 12, 13, 14, 15, 16,
17, 18, 19, 20. ഇനി ഇവിടെ ഉള്ളത് 21 ആണെങ്കിൽ ഇതിൻ്റെ അടിക്ക് 22, പിന്നെ അടിക്ക് 23, അടിക്ക് 24. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോൾ കട്ടകളുടെ എണ്ണം ഓരോന്ന് എന്നാദ്യം ഏതിലാണ് കൂടുതൽ കട്ടകൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. എന്തെങ്കിലും ട്രിക്ക് കാണൂലേ? എന്തായിരിക്കും അത്? ചെറുതായിട്ടൊക്കെ ഒന്ന് മനസ്സിലായില്ലേ? അതായത് മുകളിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക, ഈ മേലെ ഉണ്ടല്ലോ എത്ര കട്ടകളുണ്ട് നോക്കുക. മേലെ എത്ര കട്ടകളാണോ ഉള്ളത് അത്രയും കട്ടകൾ തന്നെയല്ലേ അടിയിലേക്ക് ഇങ്ങനെ അട്ടിയിൽ അടുക്കി വെച്ചിട്ടുണ്ടാവുക. ഈ മേലെ കാണുന്ന അത്രയ്ക്കും കട്ടകളുടെ എണ്ണം അടിയിലേക്ക് ഓരോ വരിയിലും ഉണ്ടാവൂലേ? അപ്പോൾ മേലെ എത്ര കട്ടകൾ ഉണ്ട് എന്ന് കണ്ടാൽ അടിയിലെ വരികളുടെ എണ്ണവും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ വരിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9. മുകളിൽ 9 കട്ടയുണ്ട്. താഴേക്കോ 1, 2, 3 കട്ടകളാണുള്ളത് അല്ലേ? അപ്പം ഈ ഒരു മുകളിൽ എത്ര കട്ടയാണുള്ളത്? 9 കട്ട. അപ്പം ഈ വടത 9 കട്ടകളായി. അപ്പം ഈ ഒരു വരിയിലും അതുപോലെ 9 കട്ടകൾ ഉണ്ടാവൂലേ? അപ്പം ആദ്യത്തേലും 9 ഉണ്ട്, രണ്ടാമത്തേലും 9 ഉണ്ട്, ഇനി ഈ മൂന്നാമത്തേലും 9 ഉണ്ടാവൂലേ? അപ്പം അതിലും 9 അങ്ങനെയാണെങ്കിൽ ഇതിൽ മൊത്തം മുഴുവനായിട്ട് എത്ര കട്ടകൾ ഉണ്ടാവും? 9 + 9 + 9 എത്രയാണ്? 27 അല്ലേ? അപ്പോൾ 27 കട്ടകൾ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇവിടെ എത്ര കട്ടകളുണ്ട്? അത് ഞാൻ എന്തൊക്കെയെന്ന് മായ്ക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ എത്ര കട്ടകളുണ്ടെന്ന് നോക്കാൻ മുകളിൽ എത്ര കട്ടകളുണ്ടെന്ന് നോക്കാം. എന്നിട്ട് അടിയിൽ ഓരോന്നിലും അത്ര എണ്ണം ഉണ്ടാവും എന്ന് അറിയുന്നത് കൊണ്ട് എത്ര വരികളുണ്ടോ അത്ര വട്ടം അത് കൂട്ടി നോക്കിയാൽ മതിയല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 കട്ടകളാണ് മുകളിലുള്ളത്. അതായത് ഈ ഒരു വരിയിൽ 15 കട്ടകളുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ വരിയിൽ എത്ര കട്ടകളുണ്ടാവും? അവിടെയും ഉണ്ടാവും 15. ഇവിടെയോ? അവിടെ ഉണ്ടാവും 15. ഇവിടെയോ? അവിടെ ഉണ്ടാവും 15 കട്ട. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൂട്ടിയാലോ. 15 + 15 + 2 വരിയായി, മൂന്നാമത്തെ 15 + നാലാമത്തെ 15. ഇത് കൂട്ടിയാൽ നമുക്ക് 60 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് സിമ്പിളായിട്ട് കുറേ എണ്ണാതെ ആകെ എത്ര കട്ടകളുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്നാൽ എപ്പോഴും ഇങ്ങനെ കട്ടകളുടെ എണ്ണം എണ്ണിയാൽ തന്നെ നമുക്ക് വലുതേതാ ചെറുതേതാ എന്ന് മനസ്സിലാവണമെന്നില്ല. ഒരു ഉദാഹരണം നോക്കാം, ഒരു എക്സാമ്പിൾ നോക്ക്. ഇവിടെ ഈ 2 കട്ടകളിലും ഈ കട്ടയിലും ഇതാണോ വലുത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയാണെങ്കിൽ ഇതിൽ എത്ര കട്ടകളുണ്ടെന്ന് എണ്ണി നോക്കും. നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6. അപ്പോൾ ഈ മുകളിൽ 6 കട്ടകളുണ്ട്, അടിയിൽ 6 ഉണ്ടാവും. അപ്പോൾ 6 + 6 12 കട്ടകളുണ്ട്. ഇതിലോ 1, 2, 3, 4, 5, 6. മുകളിൽ 6 ഉണ്ട്, താഴെ 6 ഉണ്ടാവും. അപ്പോൾ 6 + 6 ഇതും 12. പക്ഷേ രണ്ടിലും ഒരുപോലെ ആണെങ്കിലും ഒരു ചെറിയ മാറ്റമുണ്ട്. അതായത് ഈ കട്ടല്ലേ, ഇവിടെയുള്ള ഈ ഒരു കട്ട, ഇതിൻ്റെ അതേ വലുപ്പം അല്ലല്ലോ ഇവിടെയുള്ള ഈ ഒരു കട്ടയ്ക്ക്. ഈ കട്ടകളുടെ എണ്ണം തുല്യമാണെങ്കിലും സെയിം ആണെങ്കിലും കട്ടകളുടെ വലുപ്പത്തിൽ മാറ്റമില്ലേ? കട്ടകളുടെ വലുപ്പത്തിൽ മാറ്റം ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഈ മുഴുവനായിട്ടുള്ള ഈ രൂപത്തിൽ മാറ്റം വരൂലേ? അതായത് കുഞ്ഞു കട്ടകളെ കൊണ്ട് നമ്മൾ കുഞ്ഞിപ്പോൾ 6 ചെറിയ കട്ടകളെ കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കി 1, 2, 3,
എ ആണ്. ഓക്കെ, കുറച്ച് വലുതുകൊണ്ട് അതേപോലെ ഉണ്ടാക്കി. ഓക്കെ, 2 3 4 5 6 7. രണ്ടിലെയും കട്ടകളുടെ എണ്ണം 7 ആണ്. പക്ഷേ ഇതിലേതാ വലുത് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ഇതാണ് വലുതെന്ന്. എന്തുകൊണ്ടാണ് അതാണ് വലുത് പറയുന്നത്? കാരണം ഈ കട്ടയുടെ വലുപ്പം വലിയതാ. അപ്പോൾ കട്ടയുടെ എണ്ണം മാത്രം തുല്യമായതുകൊണ്ട് ഇതാണ് വലുത് അല്ലെങ്കിൽ ഇതാണ് വലുതെന്ന് പറയാനൊന്നും കഴിയൂല. കാരണം കട്ടയുടെ വലുപ്പത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ എണ്ണം തുല്യമായതുകൊണ്ട് കാര്യമില്ല, അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് വലുത് ഏതാ ചെറുത് ഏതാന്ന് മനസ്സിലാക്കുക? ഇതുപോലെ വലിയ കട്ടകൾ ഏതാ, വലിയ ചെറിയ കട്ട ഏതാ, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് നമ്മളിങ്ങനെ കട്ടകൾ അടുക്കി വെക്കുമ്പോൾ വെക്കുന്ന കട്ടകളെല്ലാം ഒരേ വലുപ്പത്തിലുള്ളതാവണം. അതായത് ഇപ്പം ഞാനിവിടെ അടുക്കി വെച്ച കട്ടകളുണ്ടല്ലോ, ഈ ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കട്ടകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഉപയോഗിച്ച കട്ടകളുടെ വലുപ്പത്തിന് പ്രത്യേകതയുണ്ട്. അതിൽ ഒരു കട്ടയാണ് ഇവിടെ വരച്ച് കാണിച്ചത്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു കട്ടയുടെ ഇവിടെ 1 സെൻറ്റിമീറ്ററാണ്. ഇവിടെ വീതിയും 1 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ഉയരവും 1 സെൻറ്റിമീറ്ററാണ്. അതായത് ഈ കട്ടയുടെ നീളം 1 സെൻറ്റിമീറ്ററാണ്, ഉയരം 1 സെൻറ്റിമീറ്ററാണ്. അതേപോലെ ഇതിങ്ങനെ വീതി ഉണ്ടാവും. ഓക്കെ, ഇതിനിങ്ങനെ വീതിയൊക്കെ ഉണ്ടാവും. എനിക്കിങ്ങനെ വരച്ചാൽ മനസ്സിലാവൂല. ഞാൻ ജസ്റ്റ് മായ്ക്കാം കേട്ടോ. മേലത്തിൽ വരച്ച് കാണിച്ചു തരാം. ഇവിടെ 1 സെൻറ്റിമീറ്റർ ഉണ്ട്, നീളം വീതി 1 സെൻറ്റിമീറ്റർ ഉണ്ട്, ഉയരവും 1 സെൻറ്റിമീറ്ററാണ്, ഇവിടെയും 1 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിലാണ് ഇപ്പോൾ ഒരേ വലുപ്പത്തിൽ നീളവും വീതിയും ഉയരവും ഒക്കെ ആയിട്ട് 1 സെൻറ്റിമീറ്റർ മാത്രം എടുത്തിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത് എങ്കിൽ, നമ്മൾ ഈ കട്ടകൾ അടുക്കി വെക്കുന്നത് എങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇങ്ങനെയുള്ള കട്ടകളൊക്കെ വെക്കുകയാണെങ്കിൽ ഏതാ വലുത് ഏതാ ചെറുത് എന്നൊക്കെ. അതായത് ഈ കട്ടയുടെ മുകൾ ഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ 3 എണ്ണം അല്ലേ ഉള്ളത്? ആ 3 എണ്ണമാണ് ഈ കാണിക്കുന്ന 1 2 3. ഇങ്ങോട്ട് 1 2 3 4 എണ്ണം അല്ലേ? അതാണിത് 1 2 3 4. ഇതിൻ്റെ ഇവിടെ 1 സെൻറ്റിമീറ്ററാണ്, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് അളവ് തരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുഴുവൻ വീതി എത്രയാ, മുഴുവൻ നീളം എത്രയാ, മുഴുവൻ ഉയരം എത്രയാ എന്ന് വരെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതാ വലുത് ഏതാ ചെറുത് എന്നൊക്കെ പറയാൻ കഴിയും. അതേപോലെ ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവും മാത്രം ഉള്ള കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വലിയ രൂപം ഉണ്ടാക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരേ അളവ് വെച്ചിട്ടാണ് ഈ രൂപം ഉണ്ടാക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. എന്താണ് വോളിയം? വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കട്ടകൾ അടുക്കി വെച്ചല്ലോ ഇതുപോലെ. അതായത് ഇപ്പോൾ ഇതിൻ്റെ നീളം നോക്ക്, ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ. 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അങ്ങനെ 4 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ? 4 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇങ്ങോട്ടോ 1 1 1 അങ്ങനെയാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതിൻ്റെ ഇങ്ങോട്ടോ 1 1 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ. ഇങ്ങനെ നീളവും വീതിയും ഉയരവും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൽ എത്ര കട്ടകളുണ്ട് അല്ലെങ്കിൽ എത്ര വലുപ്പം ഇത് ഉണ്ട് എന്നൊക്കെ അളക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ,
1 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള കട്ടകൾ അടുക്കി വെച്ചുകൊണ്ടും നീളവും വീതിയും ഉയരവും കണ്ടിട്ടും ഏതാണ് വലുത്, വേറെ ഒരു കട്ട കൂടെ ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ അതാണോ ഇതാണോ വലുത് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു രീതിയിൽ, നീളവും വീതിയും ഉയരവും ഒക്കെ വെച്ച് കണ്ടുപിടിക്കുന്ന രീതി, ആ രീതിക്കാണ് നമ്മൾ വ്യാപ്തം അതായത് വോളിയം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ രീതിക്ക് നമ്മൾ കണ്ടുപിടിക്കലുണ്ട്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന രീതിക്കാണ് നമ്മൾ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നും കൂടി കാണുക. എന്നിട്ട് നിങ്ങൾ കൺഫ്യൂഷൻസ് ഒന്നും തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മളോട് ഡൗട്ടൊക്കെ ചോദിക്കും കേട്ടോ. താങ്ക് യു.